ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഭൂമിയിലെ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ? എന്നാൽ അത് സത്യമാണ്. നമ്മളുടെ തിരുസഭയിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനം ലഭിച്ച, പ്രത്യക്ഷീകരണം ലഭിച്ച അനേകം ദർശകരും അതുകൂടാതെ തന്നെ വിശുദ്ധരും ഒക്കെയുണ്ട്. ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനം ലഭിച്ച പ്രധാനപ്പെട്ട 7 പേരുടെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പം പങ്കുവച്ചു പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഇസ് നോയൽ. പർദീസ 2.0. ശുദ്ധീകരണ ആത്മാക്കളുടെ ദർശനം ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 7 പേർ. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മളുടെ പ്രിയപ്പെട്ട പാദ്രി പിയോയാണ്. പാദ്രി പിയോയുടെ ജീവിത കാലഘട്ടത്തിൽ അനേകം തവണ ശുദ്ധീകരണ ആത്മാക്കളുമായി ഇടപഴകുവാനും അവർക്കൊപ്പം സംസാരിക്കുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ച ഒരു വൈദികനാണ് നമ്മുടെ വിശുദ്ധ പാദ്രി പിയോ എന്ന് പറയുന്നത്. പാദ്രി പിയോയ്ക്ക് ലഭിച്ചിരിക്കുന്ന, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയിട്ടില്ല എന്ന് പറയുന്നത് മറ്റൊരു അത്ഭുതമായി ഇന്നും ലോകത്ത് തുടരുന്നു. എന്നാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന അനേകം വരങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ടും പഞ്ചക്ഷതങ്ങൾ മറ്റുള്ളവർക്ക് കാണുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതം വളരെ പ്രധാനപ്പെട്ട ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പാദ്രി പിയോയ്ക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കളുമായി ഇടപഴകുവാനായിട്ടുള്ള ഒരു വരം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ശുദ്ധീകരണ ആത്മാക്കൾ അദ്ദേഹത്തിന് നേരിട്ട് എത്തി അവരുടെ നിലവിലുള്ള അവസ്ഥ എന്താണോ അത് വിവരിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ന പ്രാർത്ഥന പ്രായശ്ചിത്തം ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് യാതൊരു മടിയും കൂടാതെ അദ്ദേഹത്തിന് ചെയ്ത് പൂർത്തിയാക്കിയ ശുദ്ധീകരണ ആത്മാവിനെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ ശുദ്ധീകരണം പൂർത്തിയാക്കുവാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട ദർശനം നൽകിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരിക്കൽ അദ്ദേഹം ഒരു ദേവാലയത്തിൽ ബലി അർപ്പണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 വ്യക്തികൾ പെട്ടെന്ന് ആ മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ പാദ്രി പിയോ അവരോട് പറയുന്നൊരു കാര്യം, എത്രയും വേഗം കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കുക, നമുക്ക് എത്രയും വേഗം കുർബാന അർപ്പണം തുടങ്ങേണ്ടതുണ്ട്. ഉടനെ ആ 2 വ്യക്തികൾ പാദ്രി പിയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഫാദർ, ഞങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞങ്ങൾ വരുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നാണ്. പെട്ടെന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടിരുന്ന പാദ്രി പിയോ അവരുടെ നേരെ തിരിഞ്ഞതിന് ശേഷം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഉടനെ അവർ 2 പേരും കൈകൾ കൂപ്പിയതിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലി ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ശുദ്ധീകരണം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും എളുപ്പമാണ്. അതുകൊണ്ട് ഈ ബലി ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. തികഞ്ഞ മനസ്സോടെ അദ്ദേഹം വാക്ക് നൽകിയതിന് ശേഷം ബലിയർപ്പണത്തിന് വേണ്ടി കയറി ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. ബലിയർപ്പണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഈ തിരുവസ്ത്രങ്ങൾ മാറുന്നതിന് വേണ്ടി അവിടെ എത്തുമ്പോൾ ഈ 2 ശുദ്ധീകരണ ആത്മാക്കൾ നേരത്തെ വന്ന അതേ ആളുകൾ അവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ കണ്ടതുപോലെയല്ല, വസ്ത്രങ്ങളെല്ലാം നല്ല തൂവെള്ള നിറത്തിൽ കാണുവാൻ സാധിച്ചു. അതിനുശേഷം അവർ കൈകൾ കൂപ്പി പറഞ്ഞു, സർവശക്തനായ ദൈവം അങ്ങ് നൽകിയ ഈ ഒരു വലിയ കാര്യത്തിന്, അങ്ങ് അർപ്പിച്ച ഈ ദിവ്യബലികളുടെ യോഗ്യതയാൽ ഞങ്ങളിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നല്ലവനായ ദൈവം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ അയച്ചിരിക്കുകയാണ്. ചെയ്ത നല്ല കാര്യത്തിന് നിങ്ങളോട് നന്ദി പറയുന്നതിന് വേണ്ടി. അത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അവർ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാദ്രി പിയോയുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വിശുദ്ധ ബ്രിജിത്തിനെ കുറിച്ചാണ്. യൂറോപ്പിന്റെ 6 മധ്യസ്ഥരിൽ ഒരാളാണ് വിശുദ്ധ ബ്രിജിത്ത് എന്ന് പറയുന്നത്. ഒരിക്കൽ വിശുദ്ധ ബ്രിജിത്തിനെ ഈശോ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ആത്മാവിനെ കാണിച്ചു കൊടുത്ത് ആ ആത്മാവുമായി നേരിട്ട് സംസാരിക്കുവാനായിട്ടൊരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ തല വിവിധങ്ങളായ കാര്യങ്ങൾ തലയിൽ ചൂടി ഞാൻ എൻ്റെ തല മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ രീതിയിൽ അലങ്കരിച്ച് കാണിച്ചിരുന്നു എന്നതുകൊണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ തല വലിയ രീതിയിൽ പ്രദർശന വസ്തുവായി തീർത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ തല തീജ്വാലകളെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം തോളുകളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ തോളുകളിലുമൊക്കെ മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഞാനത് വലിയ രീതിയിൽ കാണിക്കുമായിരുന്നു, അതായത് എക്സ്പോസ് ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ ഞാൻ എക്സ്പോസ് ചെയ്തത് വഴി ഈ തീജ്വാലകളെല്ലാം ഇപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ട് എന്നെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ശരീരത്തിൻ്റെ മറ്റ് പല അവയവങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ഞാൻ ഡയമണ്ടാണ് ഉപയോഗിച്ചിരുന്നത്, ഈ ഭാഗത്ത് ഞാൻ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെയും ഇപ്പോൾ ശുദ്ധീകരണം പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തീജ്വാലകൾ അത് കഠിനമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഏതൊക്കെ അവയവങ്ങൾ ഉപയോഗിച്ചാണോ പാപം ചെയ്തിട്ടുള്ളത്, ആ പാപം ചെയ്ത അവയവത്തിന് വേണ്ട ശുദ്ധീകരണം ഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്തില്ല എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുന്ന അവസരത്തിൽ ഈ പ്രായശ്ചിത്തവും ശുദ്ധീകരണവും അവിടെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാകൂ.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്തിരിക്കുന്ന അവയവത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതെല്ലാം കേട്ട് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് തിരികെ വന്നതിന് ശേഷം ഈ ആത്മാവിൻ്റെ അമ്മയെ കണ്ട് സംസാരിച്ച് ബ്രിജിറ്റ് ഈ ആത്മാവിന് വേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ അർപ്പിക്കുവാൻ തുടങ്ങിയെന്നാണ് ബ്രിജിറ്റിൻ്റെ ജീവചരിത്രം പറയുന്നത്. ബ്രിജിറ്റിനോട് ആത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നരകത്തിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ച അവസാനത്തെ കുമ്പസാരം എനിക്ക് സഹായം നൽകി. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് എനിക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ എനിക്ക് അനുഷ്ഠിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ഞാൻ ശുദ്ധീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണ്. എൻ്റെ ലൗകികതയും ആഡംബര ജീവിതവും എല്ലാം തന്നെയും എന്നെ ഈ ശുദ്ധീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ തളച്ചിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുമായി സമ്പർക്കം പുലർത്തുവാനായിട്ട് ഭാഗ്യം ലഭിച്ച സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് ഈശോ നൽകിയ ഒരു 15 രഹസ്യ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് പീഡാനുഭവ വാർഷിക പ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കുരിശിന്റെ വഴി തന്നെയാണ്. പക്ഷേ ഇത് ചൊല്ലുന്ന അവസരങ്ങളിൽ ഒരു ദിവസം 15 പ്രാർത്ഥനകളും കൂടാതെ ഒരു വർഷത്തോളം മുടങ്ങാതെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നവർക്ക് ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന വിശുദ്ധ ബ്രിജിറ്റിനാണ് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് വിശുദ്ധ ജത്രൂദാണ്. വിശുദ്ധ ജത്രൂദിനെയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. കാരണം 1 മിനിറ്റ് കൊണ്ട് 1000 ശുദ്ധീകരണ ആത്മാക്കളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് ഈ വിശുദ്ധ ജത്രൂദിനാണ്. വിശുദ്ധ ജത്രൂദിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവഭക്തിയിൽ വളരെയധികം മുന്നിൽ നിന്നിരുന്ന സഹപ്രവർത്തക മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വിശുദ്ധ ജത്രൂദിന് പ്രത്യക്ഷപ്പെടുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, താൻ ശുദ്ധീകരണ സ്ഥലത്തിലാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ശുദ്ധീകരണ സ്ഥലത്ത് എന്തുകൊണ്ടാണ് താൻ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചതിന് വിശുദ്ധ ജത്രൂദിന് ഈ സഹോദരി പറയുന്ന മറുപടി, ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ മേലധികാരികളോട് ഞാൻ കാണിക്കാതിരുന്ന വിധേയത്വം, അതായത് അനുസരണക്കേട് കാണിച്ചത് മൂലം ശുദ്ധീകരണം പൂർത്തിയാക്കുവാൻ കഴിയാതെ, ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് മോചിക്കപ്പെടുവാൻ കഴിയാതെ ഇപ്പോഴും ആ ശുദ്ധീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലാണ്. ദൈവത്തിൻ്റെ കരുണ ഈ ശുദ്ധീകരണം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് ശുദ്ധീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലാണ്. അതുകൊണ്ട് ഈ ശുദ്ധീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ധാരാളം പ്രാർത്ഥനകൾ അർപ്പിക്കണം. കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ ചുമക്കുന്ന ഈ ഒരു ഭാരം എനിക്ക് ചുമന്ന് തീർക്കാൻ പറ്റുന്നില്ല. എന്നെ വളരെ വലുതായിട്ട് ഇത് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയൊരു ഭാരം എൻ്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്നത് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തിയത്. ഈ ജത്രൂദ് കേട്ടതിന് ശേഷം ആ ആത്മാവിന് വേണ്ടിയിട്ട് ധാരാളം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനെക്കുറിച്ച് ജത്രൂദിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ഇനി നാലാമത്തെ ആളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ എവുപ്രാസ്യാമ്മ. വിശുദ്ധ എവുപ്രാസ്യാമ്മയ്ക്കും ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എവുപ്രാസ്യാമ്മയുടെ കൂടെ രാത്രികാലങ്ങളിൽ ചെലവഴിച്ചുകൊണ്ടിരുന്ന കന്യാസ്ത്രീമാർ, അതായത് കൂടെ കിടക്കുന്ന കന്യാസ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ അമ്മ ഇത്തരത്തിൽ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുവാൻ കഴിയൂ. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ കാലവുമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാരണം ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും അന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മെഴുകുതിരി വെളിച്ചമോ അല്ലെങ്കിൽ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് അവരന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ രാത്രി 12 മണി 1 മണി കഴിയുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ എവുപ്രാസ്യാമ്മ മാത്രം ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് പലപ്പോഴായിട്ട് ഈ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾക്ക് അല്പം പേടി ഉണ്ടായിട്ടുണ്ട്. കാരണം എവുപ്രാസ്യാമ്മ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇങ്ങനെയാണ്: നീ എങ്ങനെയാണ് മരിച്ചത്, എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്. ഇത്തരത്തിലുള്ള അമ്മയുടെ സംസാരങ്ങൾ മാത്രമാണ് പുറത്തുള്ള വ്യക്തികൾ കേൾക്കുന്നത്. ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുമായി സംസാരിച്ച് അല്ലെങ്കിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ അനുഭവം എവുപ്രാസ്യാമ്മയ്ക്ക് ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെയാണ് പറയുന്നത്. ഒരിക്കൽ എവുപ്രാസ്യാമ്മ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആത്മാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എവുപ്രാസ്യാമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ സിസ്റ്റർ ബാർബരയാണ്, ഞാനിപ്പോൾ മരിച്ചതേ ഉള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. ഇത് കേട്ട മാത്രയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനൊപ്പം ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയെന്നാണ് എവുപ്രാസ്യാമ്മയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുമായി സമ്പർക്കം പുലർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് സംസാരിക്കുവാനായിട്ടൊക്കെ ദൈവം അനുവദിച്ച ഒരു മഹാവരമുണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ എവുപ്രാസ്യാമ്മ. അഞ്ചാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ മറിയം ത്രേസ്യയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് പഞ്ചക്ഷതം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഈശോ നൽകിയിട്ടുണ്ടായിരുന്നു. 9 വർഷം മുതൽ 700 വർഷം വരെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള ആത്മാക്കളുടെ ദർശനങ്ങൾ ലഭിച്ചിരുന്നത് ഈ മറിയം ത്രേസ്യയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന ആത്മാക്കളോട് സമ്പർക്കം പുലർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള ഒരു നിയോഗം ദൈവം ഈ വിശുദ്ധയ്ക്ക് ഏൽപ്പിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ വരുന്ന ആത്മാക്കളെന്ന് പറയുന്നത് വൈദികരുടെ ആത്മാക്കളുണ്ട്, മദർ സുപ്പീരിയേഴ്സിൻ്റെതുണ്ട്, അതുകൂടാതെ തന്നെ സഹപ്രവർത്തകരുടെയുണ്ട്. അത്തരത്തിൽ ശുദ്ധീകരണം ആവശ്യമായിട്ടിരിക്കുന്ന അനേകം ആത്മാക്കൾ ഇത്തരത്തിൽ മറിയം ത്രേസ്യയുടെ അടുത്ത് വന്നിട്ട്
ബന്ധപ്പെട്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി, അതായത് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. ഇത് കൂടാതെ ചില അവസരങ്ങളിലൊക്കെ മറിയം ത്രേസ്യ നേരിട്ട് ചെന്ന് ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ ഉണ്ടായിരുന്ന വ്യക്തികളോട് ചെന്നിട്ട് അവരുടെ ബന്ധുക്കളോട് നിങ്ങൾ ഇന്ന രീതിയിൽ രമ്യതപ്പെടണം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം പറയുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇത്തരത്തിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് ആവശ്യമായിട്ടുള്ള ചില വൈരാഗ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വൈരാഗ്യം രമ്യതയിൽ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് എത്രയും പെട്ടെന്ന് ശുദ്ധീകരണം പൂർത്തിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറിയം ത്രേസ്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കൂടാതെ ഒരിക്കൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു വൈദികൻ്റെ ആത്മാവ് വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറഞ്ഞു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണുള്ളത്, എനിക്ക് വേണ്ടി ഇത്രയധികം പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ സാധിച്ചാൽ എനിക്ക് ശുദ്ധീകരണം പൂർത്തിയാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞ് മറഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് മറിയം ത്രേസ്യയ്ക്ക് കാണുവാനിടയായി. ഇതാണ് മറിയം ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായ, ഈ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ അനേകം ശുദ്ധീകരണ ആത്മാക്കളുടെ ഇടപെടലുകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജീവചരിത്രം പരിശോധിക്കുമ്പോൾ. ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റർ ലൂസിയാണ്. ഫാത്തിമ ദർശനം ലഭിച്ച 3 ഇടയ കുഞ്ഞുങ്ങളിൽ ഏറ്റവും അവസാനത്തെ ആളെന്ന് പറയുന്നത് സിസ്റ്റർ ലൂസിയാണ്. സിസ്റ്റർ ലൂസിയാണ് ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റർ ലൂസിയയ്ക്ക് ലഭിച്ച ഈ ശുദ്ധീകരണാത്മാക്കളെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിയ ഒരു കാര്യം, അതായത് ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിനുശേഷം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ എത്തിച്ചേരേണ്ട ആത്മാക്കളുടെ എണ്ണം എത്രയോ വലുതാണ് എന്നുള്ളത് ആ ഒരു രഹസ്യം സിസ്റ്റർ ലൂസിക്ക് ആ 3 പേർക്ക് അവർ കാണിച്ചു കൊടുത്തു, പരിശുദ്ധ കന്യാമാതാവ്. അത് കൂടാതെ നരകത്തിലേക്ക് പതിക്കുന്ന ആത്മാക്കളുടെ എണ്ണം എന്ന് പറയുന്നത്, അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ എണ്ണം ഒരു 10 ആണെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന എണ്ണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ആയിരിക്കാം. അത്രത്തോളം ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു നഷ്ടം ഓർത്തിട്ട് പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രാർത്ഥന നമ്മൾ അർപ്പിക്കണമെന്നുള്ളത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ഫാത്തിമ സുഹൃത ജപം എന്നോണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന നമ്മൾ കൂട്ടിച്ചേർത്ത് ജപമാലയുടെ അവസാനം പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ഒരു പ്രാർത്ഥന വഴി അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി സഹായം പരിശുദ്ധ കന്യാമാതാവ് ലഭിക്കുമെന്നുള്ളതാണ്. ശുദ്ധീകരണ സ്ഥലം എന്താണ് എന്ന് ചോദിക്കുന്നതിന് സിസ്റ്റർ ലൂസി നൽകുന്ന ഒരു ചോദ്യത്തിന് ലഘുവായ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലം. നമുക്ക് ഇപ്പോൾ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ അവകാശപ്പെട്ടിരിക്കുന്ന ഒരു ആത്മാവ് മരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ വിശുദ്ധി സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ വേണ്ട അത്രയും നമ്മൾ എത്തിയിട്ടില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ തന്നെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഇത്രയും എനിക്ക് പോര വിശുദ്ധി, എനിക്ക് ഇനിയും വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നമ്മൾ തന്നെ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാറുന്നിടമാണ്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് അത്ര വലിയ പാപങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ വന്ന് വീഴ്ച വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രായശ്ചിത്ത കർമ്മം അർപ്പിക്കുമ്പോൾ അതുപോലെ, എന്നാൽ മാരക പാപം, അതായത് കഠിന പാപങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് കുമ്പസാരിച്ചു എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പാപത്തിനുള്ള പ്രായശ്ചിത്തം അർപ്പിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിൽ വരുന്ന ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തീയുടെ കാഠിന്യം എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. 7ാമത്തെ ആളെന്ന് പറയുന്നത് ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന മരിയ സിമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ മരിയ സിമ്മയ്ക്കും ശുദ്ധീകരണ ആത്മാക്കളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 1ാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഒരിക്കൽ 3 മണി വെളുപ്പിനെ എഴുന്നേറ്റ് മരിയ സിമ്മ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ പെട്ടെന്ന് മുറിയിൽ ഒരാളെ കാണുവാനിടയായി. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടാണ് മരിയ സിമ്മ കണ്ടത്. പെട്ടെന്ന് തന്നെ മരിയ സിമ്മ ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചതിന് ശേഷം അവന് മറുപടി ഒന്നുമില്ല. പെട്ടെന്ന് തൻ്റെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പിടിക്കുന്നത് വായുവിലാണ്. അതായത് ആ വ്യക്തിയെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴൊക്കെയും പിടുത്തം കിട്ടുന്നതെല്ലാം വായുവിലാണ്. പെട്ടെന്ന് പേടിച്ചു പോയി. അതിനുശേഷം തിരികെ പോയി കിടക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. പേടിച്ചു പോയ മരിയ സിമ്മയ്ക്ക് അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം തൻ്റെ വൈദികനെ കണ്ടിട്ട് ഈ നടന്ന സംഭവത്തെക്കുറിച്ച് മരിയ സിമ്മ അവിടെ പറഞ്ഞു. മരിയ സിമ്മ ഇത്തരത്തിൽ കാര്യങ്ങളും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വൈദികൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് ഇങ്ങനെയാണ്, അതായത് ഇത്തരത്തിൽ ഇനി വരികയാണ് എന്നുണ്ടെങ്കിൽ നീ അവനോട് എന്തിനാ വന്നത് എന്ന് ചോദിക്കേണ്ട, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാര്യം തന്നെ പിറ്റേ ദിവസം ആവർത്തിക്കപ്പെട്ടു. 3 മണി വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ ഇതേ അനുഭവം വീണ്ടും ഉണ്ടായി. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്ന വ്യക്തിയുടെ അടുത്തേക്ക് മരിയ സിമ്മ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു തരേണ്ടതെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് നടക്കുന്ന വ്യക്തി അവിടെ നിന്നതിന് ശേഷം മരിയ സിമ്മയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, കൈകൾ കൂപ്പിക്കൊണ്ടാ പറയുന്നത്,
എനിക്ക് വേണ്ടിയിട്ട് 3 വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം കിട്ടും. അത് പറഞ്ഞു തീരുന്ന മാത്രയിൽ തന്നെ അവിടുന്ന് പെട്ടെന്ന് ആ ആത്മാവ് അപ്രത്യക്ഷപ്പെട്ടു. ഈ കാര്യം വൈദികനെ അറിയിച്ചതിന് ശേഷം ഈ മരിയസിമ്മ ഈ മരിച്ചുപോയ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നിരന്തരം ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുടങ്ങി. ആ ഒരു സന്ദർശനം അല്ലെങ്കിൽ ആ ഒരു ശുദ്ധീകരണ ആത്മാവിൻ്റെ സന്ദർശനത്തിന് ശേഷം ധാരാളം ശുദ്ധീകരണ ആത്മാക്കൾ സ്ഥിരം ഈ മരിയസിമ്മയെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മരിയസിമ്മയ്ക്കുണ്ടായ ചില അനുഭവങ്ങളെല്ലാം തന്നെയും വരും ദിവസങ്ങളിൽ മരിയസിമ്മയുമായിട്ട് സമ്പർക്കം പുലർത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഈ ചാനലുകളിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ശുദ്ധീകരണ സ്ഥലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ പ്രാർത്ഥനകളാണ് വേണ്ടത്, ഏതൊക്കെ പാപത്തിൻ്റെ പേരിലാണ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്, ഏതൊക്കെ പ്രാർത്ഥനകൾ ഭൂമിയിൽ നിന്ന് എത്തിപ്പെട്ടാലാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ എത്ര എഫക്റ്റീവായിട്ട് നിൽക്കും, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് സംസാരിക്കും. അപ്പോൾ ആ വീഡിയോയ്ക്ക് നമ്മൾ കാത്തിരിക്കാം. ഇത്ര നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് നന്ദി. ഇത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, പാപ അവസ്ഥകളൊക്കെ നമുക്കുണ്ടാവും, കുഞ്ഞു കുഞ്ഞു പാപങ്ങളും തെറ്റുകളൊക്കെ പറ്റാത്തവരില്ല. എന്നാൽ പറ്റുന്ന തെറ്റിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവം സഭ അനുഭവിച്ചു തന്നിരിക്കുന്ന അനേകം ദണ്ഡവിമോചനങ്ങളുണ്ട്. പ്രാർത്ഥന അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നമുക്ക് സഭ എല്ലാം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെയും പരിഹാര കർമ്മങ്ങളിലൂടെയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ നമുക്കതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കളെ കൂടെ പിടിച്ച് അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ അർപ്പിച്ച് നമുക്ക് കൂടുതൽ മുന്നേറാം. പ്രാർത്ഥനയിൽ എല്ലാവരെയും പരസ്പരം ഓർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.